മാന്യസദസ്സിന് വന്ദനം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മാതൃസ്നേഹത്തെ പറ്റി ആണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ സ്വന്തം അമ്മയുടെ മടിത്തട്ടാണ്. മാതൃസ്നേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് ഈ വാചകം തന്നെ, അമ്മ. ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം. മാതൃസ്നേഹത്തിന്റെ മഹനീയത എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ നമ്മുടെ ഉയർച്ചയിലും തളർച്ചയിലും പ്രതിസന്ധിയിലും പെറ്റ അമ്മ നമ്മോട് കൂടെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് അമ്മയുടെ തലോടിൽ നിന്ന് സകല വിഷമങ്ങളും ഇല്ലാതാകും. ഓരോ വ്യക്തികളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് അമ്മയാണ്. ഭൂമിയോളം ക്ഷമ അമ്മയ്ക്കുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും കുഞ്ഞെത്ര വളർന്നാലും അമ്മയിൽ നിന്ന് പഠിച്ച കാര്യം കുഞ്ഞു മറക്കില്ല. അതുകൊണ്ട് തന്നെ ലോക പ്രശസ്തരായ പല മഹാന്മാരുടെ ജീവിത അനുഭവങ്ങൾ നോക്കുമ്പോൾ നാം മനസ്സിൽ ആക്കുന്നുണ്ട്. അവരുടെ ഒക്കെ ജീവിതത്തിൽ അമ്മമാർ എങ്ങനെ സ്വാധീനിച്ച് എന്നെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച ഒരു ജീവിത അനുഭവം. ഇതാ ലോകത്തിൽ മുഴുവൻ പ്രകാശം ചൊരിഞ്ഞ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസന്റെ വിദ്യാഭ്യാസ കാലം. ഒരു ദിവസം അദ്ദേഹം വിദ്യാലയത്തിൽ നിന്ന് തിരിച്ചു വന്നത് അധ്യാപകൻ അമ്മയുടെ കൈ കൊടുക്കുമെന്ന് പറഞ്ഞ അയച്ച ഡയറിയുമായി ആണ്. അത് വായിച്ചു നോക്കിയ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകന് വളരെയധികം ബുദ്ധിയുള്ളതും കൊണ്ടും മിടുക്കനായതും കൊണ്ടും അവനെ ആ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന്. പിന്നീട് അമ്മ മകനെ വിദ്യാലയത്തിൽ വിട്ടില്ല. വീട്ടിൽ തന്നെ പരീക്ഷണശാലകൾ ഒരുക്കി. പഠനവും പരീക്ഷണവുമായി ശാസ്ത്ര ലോകത്തിൽ ഉന്നതിയിൽ അവൻ എത്തുകയും ചെയ്തു. മകനെ അത്രമാത്രം സ്നേഹിച്ച അമ്മയുടെ വേർപാടിന് ശേഷം അമ്മയുടെ മുറിയിൽ ഒരു പഴയ പെട്ടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപകൻ അയച്ച ആ ഡയറി കണ്ടെത്തി. തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കുറിപ്പ്: നിങ്ങളുടെ മകന് ബുദ്ധിമതി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല. അതെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് തൻ്റെ മകനെ അയക്കാൻ ആ അമ്മയുടെ വലിയ മനസ്സിന് കഴിഞ്ഞു. മാതൃസ്നേഹത്തിന്റെ മഹത്വം നാം വേണ്ട വിധത്തിൽ തിരിച്ചറിയുന്നുണ്ടോ? ചിലപ്പോഴെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്നും വേദനാജനകമായ വാർത്തകൾ നമ്മെ തേടി എത്താറുണ്ട്. മകനെ ഒന്ന് തിരുത്തിയതിന്റെ പേരിൽ മരിക്കേണ്ടി വന്ന ഒരമ്മ. നമുക്ക് നമ്മുടെ അമ്മമാരെ ജീവനോളം സ്നേഹിക്കാം. പക്ഷികൾ എത്ര ഉയരത്തിൽ പറന്നാലും സന്ധ്യ ആകുമ്പോൾ അവരുടെ കൂട് തേടി പോകുന്നത് പോലെ നാം എത്ര ഉന്നതിയിൽ എത്തിയാലും അമ്മമാരുടെ മടിത്തട്ടിൽ തിരിച്ചു വരാം. എല്ലാ അമ്മമാർക്കും എൻ്റെ വലിയ നമസ്കാരം. നന്ദി.